എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് വളരെയേറെ പ്രധാനപ്പെട്ടൊരു കാര്യം. യൂട്യൂബിൽ വരുന്ന മിക്ക വീഡിയോകളും ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിലൊരു ട്രെൻഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതൽ തമാശകളുള്ള വീഡിയോകൾ. അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും ആളുകൾ കണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് ജീവിതത്തിൽ വേണ്ടത് സന്തോഷമാണ്. അത് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. എങ്കിലും അതോടൊപ്പം തന്നെ പല ആളുകളും ഇടുന്ന അറിവുകൾ, നല്ല നല്ല അറിവുകൾ, അത് അവരുടെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ കൊണ്ട് അവരിടുന്നതാണ്. അതുകൂടെ കാണാൻ നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല. ജീവിതം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് ഏറ്റവും ഉചിതമായൊരു കാര്യമാണ്, പ്രത്യേകിച്ച് പുതിയ തലമുറ. കാരണം ഇതിനു മുൻപുള്ള തലമുറയിലെ ആളുകൾ പലരും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ അവഗണിക്കാറുണ്ട്. ആ അവഗണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തിനാണ് അനുഭവം കൊണ്ട് പഠിക്കുന്നത്? അല്ലാതെ അറിവ് കൊണ്ട് പഠിക്കുക, അനുഭവം കൊണ്ട് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഫോട്ടോഗ്രാഫിയിലേക്ക് ഞാൻ വലുതായിട്ട് പോകുന്നില്ല. എങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പാഷനാണ് ഫോട്ടോഗ്രാഫി. അതുകൊണ്ട് തന്നെയാണ് യാത്രകൾ ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്നതും. യാത്രകളിലൂടെ അതിൽ നിന്ന് കിട്ടുന്ന സ്റ്റിൽസും വീഡിയോസും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതും. പക്ഷേ ഇതൊന്നും എൻ്റെ പ്രൊഫഷണൽ ക്യാമറയിൽ എടുക്കുന്ന ചിത്രങ്ങളല്ല. എൻ്റെ ചേട്ടൻ എനിക്ക് തന്ന ഹോണർ എന്ന് വിളിക്കുന്ന ഒരു ഫോൺ, അതിലൂടെയാണ് ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് കാലം ആയതിനാൽ യാത്ര ചെയ്യാനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്കറിയുന്ന ചില അറിവുകൾ, അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിലുള്ള ചില അറിവുകൾ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുന്നത്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ പലതും ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കും. ഇന്നത്തെ ചുറ്റുപാടിൽ ഒരുപാട് മാധ്യമങ്ങൾ നമുക്കുണ്ട്. ഒരുപാട് മീഡിയാസ് ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മുടെ അറിവുകൾ നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളെല്ലാം തന്നെ പല ജോലിയിൽ വ്യാപൃതരാണ്, പല രീതിയിൽ വിജ്ഞാനമുള്ളവരാണ്. അപ്പോൾ അവരുടെ എല്ലാം നല്ല നല്ല വാക്കുകൾ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കണം. ഒരു ശില്പിയുടെ മഹത്വം അവൻ നിർമ്മിക്കുന്ന ശില്പത്തിലാണ്. കഴിവുറ്റ വാഗ്മി ജനത്തെ നയിക്കുന്നു. BC 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ രചിച്ച ഒരു പുസ്തകമുണ്ട്. പ്രഭാഷകൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അതിലുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്വന്തം പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവൻ ദീർഘകാലം ജീവിക്കും. ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം സ്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ആഡംബര ജീവിതത്തിന് വേണ്ടി മാതാപിതാക്കളെ ദ്രോഹിക്കുകയും അവരെ വഴിയിൽ ഉപേക്ഷിക്കുകയും അനാഥാലയങ്ങളിൽ കൊണ്ടുവിടുകയും ചെയ്യുന്ന സംഭവങ്ങൾ. എനിക്കൊന്ന് ഇതൊക്കെ മുമ്പും ഉണ്ടായിരുന്നു കാണും. ഇന്ന് മീഡിയാസൊക്കെ കൂടുതലുള്ളതുകൊണ്ടാണ് അത്തരം സംഭവങ്ങൾ നമുക്ക് നേരിട്ടൊക്കെ കാണാൻ കഴിയുന്നത്. എല്ലാവർക്കും അറിയാം ഇത് വലിയ തെറ്റാണെന്ന്. എങ്കിലും എന്തുകൊണ്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്താ പറയുക, ധനത്തിനോടുള്ളൊരു ആർത്തി. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും. അന്നാണ് നമുക്കിത് മനസ്സിലാവുന്നത്. മാതാപിതാക്കളുടെ മഹത്വവും അവരുടെ സാമീപ്യവും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. അപ്പോഴേക്കും നമ്മുടെ ജീവിതം കൈവിട്ട് പോയി കഴിഞ്ഞിരിക്കും. നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ജീവിതം നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞിരിക്കും. പിന്നെ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരിക്കലും നമ്മുടെ ജീവിത അനുഭവം കൊണ്ട് നമ്മൾ പഠിക്കരുത്. മറ്റുള്ളവരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കുവാൻ നമുക്ക് കഴിയണം. എന്നാലേ നമ്മുടെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ഒരു ദാസനെപ്പോലെ അവൻ മാതാപിതാക്കളെ സ്നേഹിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച്
അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിൻ്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെന്നതുപോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. എനിക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ജീവിതാനുഭവം കൊണ്ട് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ സ്നേഹിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഒരിക്കലും ആരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. സ്വന്തം ജീവിതാനുഭവം കൊണ്ട് ആരും പഠിക്കാതിരിക്കട്ടെ. കാരണം സ്വന്തം ജീവിതം കൊണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മക്കളും നമ്മളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിച്ച് കാണിച്ചു കൊടുക്കുക. അവർക്ക് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നൊന്തു പ്രസവിച്ച അമ്മയെ മറക്കരുത്. അപ്പോഴെല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഈ രോഗങ്ങളൊക്കെ മാറിപ്പോകാനായിട്ട് നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നന്ദി.